നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷീല കുരാക്കാർ. മുതിർന്ന മാധ്യമപ്രവർത്തകൻ HK ദുവ അന്തരിച്ചു. മലയാള ഭാഷാ ബില്ലിന് അംഗീകാരം. SLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇന്നു മുതൽ. ഐക്യമലയാള പ്രസ്ഥാനത്തിന് ചാരിതാർത്ഥ്യ നിമിഷം. ബാലസാഹിത്യ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഔഷധ സസ്യ ഉദ്യാനം ഒരുങ്ങി. ഗാന്ധി ഭവന് യൂസഫ് അലിയുടെ റംസാൻ സമ്മാനം. വാർത്തകൾ വിശദമായി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ HK ദുവ അന്തരിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകനും നയതന്ത്രജ്ഞനും രാജ്യസഭാംഗവുമായിരുന്ന HK ദുവ അന്തരിച്ചു. മുൻ പ്രധാനമന്ത്രിമാരായ AB വാജ്പേയി, HD ദേവഗൗഡ എന്നിവരുടെ മാധ്യമ ഉപദേഷ്ടാവായിരുന്നു. ഹിന്ദുസ്ഥാൻ ടൈംസ് എഡിറ്റർ, ദ ഇന്ത്യൻ എക്സ്പ്രസ് എഡിറ്റർ, ടൈംസ് ഓഫ് ഇന്ത്യ എഡിറ്റോറിയൽ അഡ്വൈസർ, ദ ട്രിബ്യൂണൽ എഡിറ്റർ ഇൻ ചീഫ് എന്നീ ചുമതലകളും വഹിച്ചിട്ടുണ്ട്. 2001 മുതൽ 2003 വരെ ഡെൻമാർക്കിൽ ഇന്ത്യയുടെ അംബാസഡറായിരുന്നു. 2008 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. 2009 രാജ്യസഭാംഗമായത്. എഡിറ്റേഴ്സ് ഗിൽഡ് പ്രസിഡന്റ്, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം ഇന്ന് 12-ന് ലോധി റോഡ് ശ്മശാനത്തിൽ. ഭാര്യ അതിഥി, മകൻ പ്രശാന്ത്. മലയാള ഭാഷാ ബില്ലിന് അംഗീകാരം. കേരളത്തിലെ ഔദ്യോഗിക ഭാഷ മലയാളമാക്കി മാറ്റുന്ന മലയാള ഭാഷാ ബില്ലിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഒപ്പുവെച്ചു. 1969 കേരള ഔദ്യോഗിക ഭാഷാ നിയമം റദ്ദാക്കിയാണ് പുതിയ നിയമം നിലവിൽ വരുന്നത്. ബിൽ പ്രാബല്യത്തിലാകുന്നതോടെ ഭരണഭാഷ മലയാളമാകും. എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ മലയാളം നിർബന്ധിത 1-ാം ഭാഷയാക്കും. സർവകലാശാല കോഴ്സുകളിലും മലയാളം പഠിക്കണം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ വിദേശത്തു നിന്നോ എത്തി പഠിക്കുന്ന മലയാളികളല്ലാത്ത വിദ്യാർത്ഥികളെ 9, 10, +2 ക്ലാസുകളിൽ മലയാളം പരീക്ഷ എഴുതുന്നതിൽ നിന്ന് ഒഴിവാക്കും. ഇവർക്ക് മലയാള പഠനത്തിനായി അവസരമൊരുക്കും. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വികസനത്തിനായി ഏകീകൃത ലിപി വിന്യാസം നടപ്പിലാക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. 1969 ഔദ്യോഗിക ഭാഷാ നിയമപ്രകാരം കേരളത്തിൽ ഇംഗ്ലീഷും മലയാളവുമായിരുന്നു ഔദ്യോഗിക ഭാഷകൾ. 2025 നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ഭാഷാ ബിൽ നിയമമാകുന്നതോടെ മലയാളം മാത്രമായിരിക്കും ഔദ്യോഗിക ഭാഷ. SLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ. SLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം. യുദ്ധം കണക്കിലെടുത്ത് ഗൾഫിലെ ഇന്നത്തെ SLC പരീക്ഷയും ഇന്നും നാളെയും മറ്റന്നാളും നടത്താനിരുന്ന ഹയർ സെക്കൻഡറി പരീക്ഷകളും മാറ്റിവെച്ചു. കേരളത്തിൽ 4,17,497 വിദ്യാർത്ഥികളും ഗൾഫിൽ 633 വിദ്യാർത്ഥികളും ലക്ഷദ്വീപിൽ 386 വിദ്യാർത്ഥികളുമാണ് SLC പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മെയ് 3-ാം വാരമാണ് ഫലപ്രഖ്യാപനം. ഹയർ സെക്കൻഡറിയിൽ +1 പരീക്ഷകൾ ഇന്നും +2 പരീക്ഷകൾ നാളെയും തുടങ്ങും. ഇന്ന് ആരംഭിക്കുന്ന +1 പരീക്ഷ 4,11,025 വിദ്യാർത്ഥികളും നാളെ ആരംഭിക്കുന്ന +2 പരീക്ഷ 4,52,437 പേരും എഴുതും. മെയ് 22-ന് ഫലപ്രഖ്യാപനം. VHSEയിൽ 26,829 വിദ്യാർത്ഥികൾ 1-ാം വർഷ പരീക്ഷയും 26,826 വിദ്യാർത്ഥികൾ 2-ാം വർഷ പരീക്ഷയും എഴുതും. മലയാളം ഔദ്യോഗിക ഭാഷ. മലയാളം കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷയായി മാറുന്നതിന് പതിറ്റാണ്ടുകളായി പോരാട്ടത്തിലായിരുന്ന ഐക്യമലയാളം പ്രസ്ഥാനത്തിന് ഇത് ചാരിതാർത്ഥ്യത്തിൻ്റെ നിമിഷം. 2012 മുതൽ ഐക്യമലയാള പ്രസ്ഥാനം നിയമം പ്രാവർത്തികമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പൊതുസമൂഹത്തിൻ്റെ പിന്തുണ തേടി സമരരംഗത്തുണ്ടായിരുന്നു. കഴിഞ്ഞ ഭാഷാ ദിനത്തിലും ലോക് ഭവന് മുന്നിൽ ഈ ആവശ്യം മുൻനിർത്തി പ്രക്ഷോഭം നടത്തുകയും ഗവർണർക്ക് ഓൺലൈൻ ഭീമഹർജി സമർപ്പിക്കുകയും ചെയ്തു. ബില്ലിന് ഫലം പ്രാപ്തിയുണ്ടായതിൽ സന്തോഷമുണ്ടെന്നും കോർഡിനേറ്റർ R. നന്ദകുമാർ പറഞ്ഞു. സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നാക്കി മാറ്റിയതിന് നന്ദി അറിയിക്കാൻ പ്രധാനമന്ത്രിയെ കണ്ട കേരളത്തിൽ നിന്നുള്ള എഴുത്തുകാരുടെ സംഘം മലയാള ഭാഷാ ബിൽ എത്രയും വേഗം പാസ്സാക്കണമെന്ന് അഭ്യർത്ഥന നടത്തിയിരുന്നു. മലയാളത്തിന് ഔദ്യോഗിക പദവി നൽകുന്നതായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച വിജയമായതിൽ സന്തോഷമുണ്ടെന്ന് ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. ശ്രീകുമാരൻ തമ്പിയെ കൂടാതെ എഴുത്തുകാരൻ പ്രൊഫസർ B. മധുസൂദനൻ നായർ, ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഡോക്ടർ MA ഉണ്ണികൃഷ്ണൻ, ശ്രീജിത്ത് മുത്തേടത്ത് എന്നിവരാണ് പ്രധാനമന്ത്രിയെ കണ്ടത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും മലയാള ഭാഷാ ബിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ബാലസാഹിത്യ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2005 ബാലസാഹിത്യ പുരസ്കാരങ്ങൾ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ S. അയ്യർ വിതരണം ചെയ്തു. ശ്രീജിത്ത് മുത്തേടത്ത്, PV ഷാജികുമാർ, രാവുണ്ണി P, ഫൈറൂസ് ബീഗം, പ്രദീപ് ഓർക്കാട്ടേരി, ഫില്ലോസ് ജോസഫ്, G. ശ്രീകണ്ഠൻ, അരുണ നാരായണൻ, ആലഞ്ചേരി M. ചന്ദ്രപ്രകാശ് എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ
പള്ളിയറ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. സിജിത അനിൽ, കുഞ്ഞിരാമൻ, രതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഔഷധസസ്യ ഉദ്യാനമൊരുങ്ങി. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ 26 ഇനം മരുന്ന് ചെടികളുടെ ഔഷധസസ്യ ഉദ്യാനമൊരുങ്ങി. മന്ത്രി ജെ. ചിഞ്ചു റാണി തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു. കാലികൾക്കും അരിമമൃഗങ്ങൾക്കും ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ഉത്തമ പ്രതിവിധിയായ നാട്ടുമരുന്ന് ചെടികളാണ് ഔഷധവനത്തിൽ. വെറ്റിനറി ഡോക്ടർമാർ, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ, കർഷകർ എന്നിവർക്ക് പ്രായോഗിക പരിശീലനം നൽകുവാനും സ്കൂൾ കലാലയ വിദ്യാർത്ഥികൾക്ക് പഠന സന്ദർശനത്തിനും ഉതകുന്ന രീതിയിലാണ് ഉദ്യാനം ഒരുക്കിയിരിക്കുന്നത്. പ്രിൻസിപ്പൽ ട്രെയിനിംഗ് ഓഫീസർ ഡോക്ടർ ഡി. ഷൈൻകുമാർ അധ്യക്ഷനായിരുന്നു. കൂവളം, കറ്റാർവാഴ, കർപ്പൂര തുളസി, ശതാവരി, ബ്രഹ്മി, എരിക്ക്, രാമച്ചം, കറുവാപ്പട്ട, ചങ്ങലപരണ്ട, ശംഖുപുഷ്പം, പനിക്കൂർക്ക, ചക്കരക്കൊല്ലി, ആടലോടകം, വാതകം കൊല്ലി, കച്ചോലം, മൈലാഞ്ചി, ചെമ്പകം, വെളുത്തുള്ളിവള്ളി, കറിവേപ്പില, രാമതുളസി, വെറ്റില, തിപ്പലി, ചുവന്ന കൊടുവേലി, സർപ്പഗന്ധി, ഗ്രാമ്പൂ, ആരോഗ്യപ്പച്ച തുടങ്ങി 26 ഇനം ഔഷധസസ്യങ്ങളാണ് ഇവിടെയുള്ളത്. ഗാന്ധിഭവന് യൂസഫ് അലിയുടെ റംസാൻ സമ്മാനം. പത്തനാപുരം ഗാന്ധിഭവന് പതിവ് പോലെ സ്നേഹക്കരുതലുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. ഗാന്ധിഭവനിലെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി 1 കോടി രൂപ സമ്മാനിച്ചു. 1500ഓളം അന്തേവാസികളുണ്ട് ഇവിടെ. ഇവരുടെ ചെലവുകൾക്ക് പ്രതിദിനം 3 ലക്ഷത്തോളം രൂപ ചെലവുണ്ട്. റംസാൻ കാലത്തും തുടർന്ന് 1 വർഷത്തേക്കുമുള്ള ഗാന്ധിഭവന്റെ പ്രവർത്തനങ്ങൾക്കാണ് തുക കൈമാറിയത്. എല്ലാ വർഷവും നൽകി വരുന്നതാണിത്. ബഹുനില കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് ഉൾപ്പെടെ 12 കോടി രൂപയാണ് ഇതുവരെ ലുലു ഗ്രൂപ്പ് ഗാന്ധിഭവന് നൽകിയത്. യൂസഫ് അലിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സെക്രട്ടറി EA ഹാരിസ്, ലുലു ഗ്രൂപ്പ് ഡയറക്ടർ ജോയി ഷണ്ടാനന്ദൻ, ലുലു ഇന്ത്യ പ്രൊജക്ട് ഡയറക്ടർ ബാബു വർഗീസ്, മീഡിയ ഹെഡ് NB സ്വരാജ്, BR മാനേജർ സൂരജ് അനന്തകൃഷ്ണൻ എന്നിവർ ഗാന്ധിഭവനിലെത്തി സെക്രട്ടറി പുനലൂർ സോമരാജന് ചെക്ക് കൈമാറി. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി വീണ്ടും കാണാം.